السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تأكلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أيها الإخوان والأخوات، أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها، وما زلنا ندرس القسم الثالث من سلسلة دروس اللغة العربية لغير الناطقين بها. هل تذكرون أين وقفنا في الدرس الماضي؟ الدرس السادس. الدرس السادس في أي صفحة أو أي صفحة؟ 59. 59. اسم الفاعل تمارين. والمفعول. أكملنا التمارين 3. 59. 59 الدرس السادس. أكملنا تمارين 3. كم هم 10. نحن ذاهبون في اليوم السابع. മറ്റേ എടുത്ത പാഠം ഒന്നും കൂടി റെസ്യൂം ചെയ്യണം. അതിന്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലിങ്ക് കിട്ടിയില്ലേ? ഇല്ല, മറ്റേത് അതിന്റെ അപ്പൊ നമുക്ക് അവിടുന്ന് റെസ്യൂം ചെയ്യാം. പിന്നെ അത് കിട്ടാൻ പാടാണ്, എന്തോ റെക്കോർഡ് ആയില്ല, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു. പാഠം 6. അതാ തോന്നുന്നു. അപ്പൊ അവിടുന്ന് കഴിഞ്ഞ 16-ാം തീയതിക്കത്തെ അതേ ലെസൺ തന്നെ നമുക്ക് റെസ്യൂം ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ആ 16-ാം തീയതി കഴിഞ്ഞ ആഴ്ച എന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്റെ അടുത്ത് ലാസ്റ്റ് ക്ലാസ് ആണ്. ഞാനിതെല്ലാം ബാക്കപ്പ് പഴയ വൈറൽ ലിസ്റ്റിലേക്ക് മാറ്റിയായിരുന്നു, എന്റെ കമ്പ്യൂട്ടറിൽ ഇല്ല. അതെ. അപ്പൊ അത് പാഠം കിട്ടിയില്ല. പാഠം 6 ആണോ? 6 തോന്നുന്നുണ്ട്. 6 വന്നിട്ടുണ്ടല്ലോ. 16-ാം തീയതി ഏതാണുള്ള അതാണ് വരെ. 6 വന്ന് തമാരിൻ 4 വരെ 3 വരെ കഴിഞ്ഞു. പിന്നെ ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ലാസ് ഉണ്ടായില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ നോമ്പായിരുന്നു. പിന്നെ ക്ലാസ് ഉണ്ടായില്ല. അല്ല, ലാസ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ലിങ്ക് കിട്ടിയില്ല. അത് അപ്പൊ നമുക്ക് റെസ്യൂം ചെയ്യാന്ന് പറഞ്ഞു. ലാസ്റ്റ് ക്ലാസ് അല്ല, ലാസ്റ്റ് ക്ലാസ് അതിന് ഒഴിവുണ്ടായില്ല, അങ്ങനെയല്ലേ ഉണ്ടായത്? എല്ലാ ക്ലാസ്സും ആറാമത്തെ ലെസൺ അത് ഇതാണോ തോന്നുന്നത്. അങ്ങനെയാണോ ഉണ്ടായത്? അല്ല, 6-ാമത്തെ ക്ലാസ് എടുത്തു. തമാരിൻ 3 കഴിഞ്ഞു. അവിടെ ഉസ്താദ് പറഞ്ഞു യൂണിറ്റ് 6 ബി കിടപ്പുണ്ട്, ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. യൂണിറ്റ് 6 ബി അതാണ് ലാസ്റ്റ് വന്നത്. പിന്നെ അതിന് ശേഷം ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ആ ക്ലാസ് ഉസ്താദ് പിന്നെ എന്തോ സൗകര്യം കാരണം ഉണ്ടായില്ല. അതുണ്ടായത്. അങ്ങനെയല്ല പേജ് 62 എടുക്കുന്നത്. استخرج مما يأتي أسماء الزمان والمكان واذكر وزن كل واحد. 62 വായിച്ചത്. അതെ, 3 വരെ കഴിഞ്ഞു. നിങ്ങൾ 59 പറയാൻ കാര്യം എന്താ?
അത് ആ ലെസൺ അതിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞതാ. പാഠത്തിന്റെ അവസാനം ലക്ഷം കിടക്കുന്നല്ല, എവിടെ നിർത്തിയെന്നാണ് നമ്മൾ ചോദിച്ചത്. ആ പാഠം അവസാനിച്ചു. നിഹായത്തിൽ ദർശെന്നോ നിഹായത്തിൽ ആമെന്നോ നിഹായത്തിൽ ഷഹർ എന്ന് പറയാം. നിഹായത്ത് ഓവന് നിഹായത്ത് ഷഹർ എന്ന് പറഞ്ഞാൽ മാസത്തിന്റെ പേജ് അവസാനം. 62 വരെയുള്ളത് ക്ലാസ്സിലുണ്ട്, അല്ല ലിങ്ക് കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ. ദവാം എന്ന് പറയും. എന്നാ പിന്നെ ആ ക്ലാസ് ഉണ്ടായിണ്ടാവൂല, അതാണ് ഇത്. ഇല്ല, അതിന് പിന്നെ ശേഷം ക്ലാസ് ക്ലാസ് ഉണ്ടായില്ല. ഉണ്ടായില്ല, അതാണ്. ആ നിഹായത്ത് ആരംഭം പറയുന്നവരാണ് നിഹായത്ത്. അപ്പോ നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ സംഭാഷണം കേൾക്കുന്നില്ല. അഷ്റഫ് സാഹിബിന് സംഭാഷണം കേൾക്കുന്നില്ല ആ ക്ലാസ്സിൽ. ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ആ നിങ്ങൾ കേട്ടോ ഇപ്പോഴും? അതാണ് ഞാനത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടെന്ന് കരുതിയത്. അതിന് കഴിഞ്ഞൊരു ക്ലാസ് വന്നില്ല. ആ അതെ, 16-ാം തീയതി ക്ലാസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നില്ല, പെരുന്നാളിന്റെ മുന്നായിട്ട്. അതാണ്. അപ്പൊ അത് അതിലെന്തോ ഒരു ക്ലാസ് സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായി, അതാണ്. ആ അങ്ങനെ ഞാൻ ആയിരിക്കും. വായിച്ചു ഇസ്തഖ്രിജ് മിമ്മാ യഅതി അസ്മാ الزمان والمكان واذكر وزن كل واحد منها والفعل الذي اشتق منه يقال هو مني بمرأ. ഇതിന്റെയൊക്കെ ഉത്തരം നിങ്ങളല്ലേ പറഞ്ഞത്? ബിമർഅൻ വമസ്മഇൻ. അതെ റഅ ഓക്കെ. അതെ അതെ. റഅ കണ്ടു. മർഅൻ എന്ന് പറഞ്ഞപ്പോ കാണുന്ന സ്ഥലം. വമസ്മഇൻ കേൾക്കുന്ന സ്ഥലം. ഇസ്മു മക്കാൻ. അവരെ മക്കാനാണ് രണ്ടും. അപ്പൊ എന്താണ് മസ്മഅൻ മർഅ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പരിധിയിലാണ് എന്നർത്ഥം. ഐ ബിഹൈസു റആഹു വഅസ്മഉ കലാമഹു. അതായത് ബിഹൈസു അറാഹു വഅസ്മഉ, ഞാൻ അദ്ദേഹത്തെ കാണുകയും കേൾക്കുകയും അദ്ദേഹത്തിന്റെ കലാം കേൾക്കുകയും ചെയ്യുന്ന സ്ഥാനത്താണ് ഉള്ളത്. ബിഹൈസു ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. قال تعالى إن موعدهم الصبح. എന്താണ് വഅദ യഇദു മൗഇദ്. എന്താണ് നിങ്ങളെ വാഗ്ദത്ത സമയം. അസ്സുബഹ്, സുബഹ് എന്ന് പറഞ്ഞവരുടെ സമയം എന്ന് മനസ്സിലായി. മൗഇദ് അഷ്റഫ് സാഹിബ് ഗൾഫിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ട് കുറെ മുമ്പ് പോയിട്ടുണ്ട്. മൗഇദ് എന്ന് പറയും. കാരണം എന്ത് മൗഇദ് എന്ന് പറയും? എനിക്കൊരു ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു പറയും. ദുബായിലായിരുന്നു, അവിടെ അധികം അറബിക്ക് ഇതില്ല. ഈ ദുബൈയിലൊക്കെ പോകുന്നവരോട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നവരോടൊക്കെ പറയും, നിങ്ങള് മലയാളികളും ഹിന്ദിക്കാരോടും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ പറ്റും. അറബികളെ കണ്ടെത്തി അവരോട് സംസാരിക്കാൻ. അവിടുത്തെ പോലീസുകാർ വരെ ഇന്ത്യ പറയാ. അപ്പൊ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. എനിക്ക് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഒരുത്തൻ കണ്ടാൽ അവൻ ഏത് നാട്ടുകാരാണെന്ന് ഞാൻ നോക്കും. ഹിന്ദി ആണെങ്കിൽ എനിക്ക് ശ്രദ്ധ. എനിക്ക് ഹിന്ദിക്ക് 11 മാർക്കേ ഉള്ളൂ 10ാം ക്ലാസ്. അതിന് പിന്നെ പഠിച്ചിട്ടില്ല. അപ്പോ എനിക്ക് ഹിന്ദി പഠിക്കണം, അതുകൊണ്ട് ഞാൻ അവനോട് ഹിന്ദിയെ പറയുള്ളൂ. അറബി വന്നാല് ഞാൻ അവനോട് പരമാവധി അറബിയിൽ പറയുള്ളൂ. പിന്നെ ഗത്യന്തരമില്ല, എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റ് ആയിട്ട് ബോധ്യപ്പെടുത്തണമെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും. മാത്രമല്ല അവരോട് പുസ്തകം സംസാരിക്കാൻ ഞാൻ പറയും. ലഹജ സംസാരിക്കേണ്ട, പുസ്തകം സംസാരിക്കാൻ. അപ്പൊ അവർ ഒരു പ്രാവശ്യം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അവൻ വന്നിട്ട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പുസ്തകം തന്നെ അവർ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് അവരുടെ അടുത്ത് ഒന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് കിട്ടാനേ ഉള്ളൂ. അതെ, ദുബായിലെ അറബികളും നമ്മളോട് ഹിന്ദിയോ അല്ല ഇംഗ്ലീഷോ സംസാരിക്കുക. നമ്മള് അവര് ഹിന്ദി സംസാരിക്കും, നമ്മൾ വിചാരിക്കും ഓക്കെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ അവരോട് അറബി സംസാരിച്ചാലേ നമുക്ക് അറബി പഠിക്കുള്ളൂ. അവര് നമ്മളെ അറബി സംസാരം കേൾക്കുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മളെ അത് അറിയില്ല എന്നാ പോലെ. അപ്പൊ അത് ആയത്തിൽ കൂടെ ഉള്ളതാണ്. അപ്പൊ അവിടെ ഇസ്മു സമാനും മക്കാനൊന്നും ഇല്ല. ഖരീബ് പ്രഭാതം അടുത്ത് തന്നെയല്ലേ. ഇതിനൊക്കെ ആയിരിക്കും കവികൾക്ക് കിട്ടിയത്. പ്രഭാതം അകലെയാണോ?
അവരൊക്കെ ഖുർആൻ പഠിക്കണം, നമ്മളാണ് പഠിക്കാത്തത് ഖുർആൻ. ഇപ്പോഴും ഖുർആൻ ആശയം മനസ്സിലാക്കിയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാ. വക്കാല വക്കാല, അപ്പൊ ആദ്യം കാല താല എന്ന് പറഞ്ഞു, രണ്ടാമത് വക്കാല എന്ന് പറഞ്ഞു. പ്രയോഗം ശ്രദ്ധിക്കുക. ആദ്യം കാല താല, മഹോന്നതനായവൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു വക്കാല, അവൻ പറഞ്ഞു, ഇങ്ങനെയും പറഞ്ഞു. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കേണ്ടതാണ് കേട്ടോ. നമ്മള് ഇടത് ഭാഗത്തും ഇടത് ഭാഗത്തും 2 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ എസ്റ്റേറ്റ് എന്ന് ജന്നത്താണെങ്കിൽ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയില്ല അവിടുന്ന് ആൾക്കാർക്ക്. പൂന്തോട്ടം എന്ന് പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പൊ ആ ഭാഗം നമ്മൾ എടുത്തിട്ട് സബഹിന്റെ ഭാഗം എടുത്തിട്ട് വായിച്ചു നോക്കണം. അത് മനോഹരമായ ഒരു അവതരണമാണ്. നമ്മളെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്താണ് ലഖദ് കാന ഫീ മസ്കനിഹിം, സകന യസ്കുനു ആണ്. സകന യസ്കുനു. അപ്പൊ എന്ത് വന്നു? മസ്കൻ. എന്താണ് മസ്കൻ? താമസിക്കുന്ന സ്ഥലം. സബവാസികൾക്ക് അവരുടെ താമസ സ്ഥലത്ത് ദൃഷ്ടാന്തമുണ്ട്, ഒരു ദൃഷ്ടാന്തമുണ്ട്. ജന്നത്താനി അൻ യമീനിൻ വശിമാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം നിങ്ങൾ വായിച്ചു. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബൻ ഗഫൂർ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരുടെ ധിക്കാരം കാരണമായി അവരെ ശിക്ഷിച്ച കഥകൾ പറയുന്നു. വഖാല ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും. അപ്പോ ശരിബ യശ്റബു, ശരിബ യശ്റബു, മശ്റബ്. അപ്പൊ നമ്മൾ മശ്റബ് എന്നൊക്കെ പഠിക്കുമ്പോൾ ഇനി നമ്മള് ബക്കറയിലേക്ക് വായിച്ചു നോക്കിയാൽ നമുക്ക് ഒരു സംശയം ഉണ്ടാവില്ല. അത് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും എന്താ അർത്ഥം? വെള്ളം കുടിക്കപ്പെടുന്ന സ്ഥലം, പെടുന്ന സ്ഥലമാണ് മശ്റബ് എന്ന് പറയുന്നത്. കുടിക്കുന്ന സ്ഥലം, കുടിക്കുന്ന സ്ഥലം. നമ്മൾ ഇസ്മു സമാൻ ഇസ്മു മക്കാൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുടിക്കപ്പെടുന്നത് പറയേണ്ട കാര്യമില്ല. കാരണം ആ വസിനിലാണ് വരുന്നത്. ഏത്? ഇസ്മു സമാനും മക്കാനും ആ വസിനിലാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? മഫ്അൽ വസിനിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ പെടുന്നത് എന്നല്ല, ഇസ്മുൽ മക്കാനാണെന്ന് പറയേണ്ടത്. കുടിക്കുന്ന സ്ഥലം എവിടെ നിന്നാണോ കുടിക്കേണ്ടത് ആ സ്ഥലം അവർക്ക് മനസ്സിലായി. ഒരു ഇസ്നാഅശറ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പൊ 12 ഗോത്രങ്ങൾക്ക് ഒരു 12 അരുവികൾ അവിടെ നിന്ന് പൊട്ടി ഒഴുകി. അപ്പോ അത് അലിമ കുല്ലു ഉനാസിൻ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യ സംഘവും ഓരോ കൂട്ടരും അവരുടെ കുടിക്കേണ്ടത് എവിടെ നിന്നാണെന്ന് അവർക്ക് മനസ്സിലായി. ഓരോ ഗോത്രക്കാരും അവർ ഐഡന്റിഫൈ ചെയ്തു, ഞങ്ങള് ഏത് ഭാഗത്തു നിന്നാണ് കുടിക്കേണ്ടതെന്ന്. നിങ്ങളെ കുടിക്കുന്ന സ്ഥലം എവിടെയാണെന്ന്, ഡ്രിങ്കിങ് പ്ലേസ് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലായി. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ. എന്താ? സവായസ്വി. അപ്പോ മസ്വ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അഭയസ്ഥാനം പറയും അല്ലേ? തങ്ങുന്ന സ്ഥലം എന്നാണ്. സവായസ്വി എന്ന് പറഞ്ഞാൽ ടു സ്റ്റേ എന്നാണ്. അവർക്ക് അവിടെയാണ് തങ്ങാനുള്ള സ്ഥലം, അവരെ സ്റ്റേ, അവരെ ഹാൾട്ട് ചെയ്യാനുള്ള സ്ഥലം അവിടെയാണ്. وقال ما لكم في ملجأ قال ما لكم في ملجأ ما لكم من ملجأ يومئذ. എന്താ? ലജഅ, അഭയം പ്രാപിച്ചു. ലജഅ
ടു ടേക്ക് റെഫ്യൂജ്, അഭയം പ്രാപിച്ചു. ലജ അപ്പം എൽജിയോ ദിവസം യൽജഉ, എൽജാഉ. എൽജാവോ എൽജാവോ. ലജ യൽജഉ. ആ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ടിരിക്കുന്നുണ്ട, എന്നിട്ടിരിക്കുന്നുണ്ടല്ലേ, രണ്ടും ഫത്തഹാണെന്ന്. ആ. മാദിയിലും മുളാരിയിലും മധ്യത്തിൽ ഫത്തഹാണെന്ന്. ലജ യൽജഉ മൽജ മലക്കും മിൻ മൽജഇൻ യൗമഇദിൻ. അപ്പം നമ്മൾ ഇതിൽ ഒരു വാക്ക് കിട്ടിയാൽ എല്ലാ വാക്കുകളും നമുക്ക് മനസ്സിലാവും. നമ്മൾ മറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് മൽജ എന്ന് മനസ്സിലാക്കിയപ്പോൾ ലജയിൽ നിന്നാണ് വന്നത്. യൽജഉ ആണ് എന്റെ മുളാരി. മലക്കും മിൻ മൽജഇൻ യൗമഇദിൻ, അന്യ നിങ്ങൾ യാതൊരു അഭയസ്ഥാനവും ഉണ്ടാകുന്നതല്ല. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من قام من مجلسه من قام من مجلسه ثم رجع إليه فهو أحق به. حق المسلم على المسلم 5 6 എന്നൊന്ന് വായിച്ചില്ലേ നിങ്ങൾ? പറഞ്ഞു മനസ്സിലായോ? ബസ്. إذا شمت فحمد الله അതിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞില്ലേ? തുമ്മിയവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹദീസിന്റെ ഗ്രൂപ്പിലൊന്നും ഇല്ല. ഒരു ദിവസം ഒരു ഹദീസ് വായിച്ചു വിടുക. ഈ കാര്യങ്ങളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ടോ നമുക്ക് മനസ്സിലാവും. ഇല്ല. ഹദീസ് വായിച്ചു പോകുമ്പോൾ ഭാഷയും മനസ്സിലാവും. അതിന് വേണ്ടി പഠിക്കണ്ട, വായിച്ചാൽ മാത്രം മതി. ഓരോ ദിവസം ഒരു ഹദീസ് വായിക്കുക, അതിന് സംശയമുള്ള വാക്കിന്റെ അർത്ഥം താഴെ നോക്കുക. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്താണ് വരുന്നത്. അതിനാണ് ഒരുപാട് കലയൊന്നും ഇല്ലാത്തത്. നമ്മുടെ സെക്രട്ടറി തന്നെ തയ്യാറാക്കിയതാണ്. സെക്രട്ടറി നമ്മൾ ഗൈഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് തയ്യാറാക്കാൻ. അപ്പൊ മൻഖാമീൻ മജ്ലിസി. അപ്പൊ ഈ ഹദീസിന്റെ ഒരു ഘടന കൂടെ ഒന്ന് മനസ്സിലാക്കണേ. നമ്മൾ ഇത്രയും ആസ്വദിക്കുക എന്ത് വേണം, ഹദീസിന്റെ ഘടന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, ചിലപ്പോൾ വരും അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വരും. അതെന്താണ്? സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്. അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് അൻ എന്ന് പറയുന്നത് റവൽ ബുഖാരി, ഇപ്പം ഇവിടെ മുസ്ലിം ആണല്ലോ. റവൽ ഇമാം മുസ്ലിം അൻ അബി ഹുറൈറ എന്നാണ് ഹദീസ് ശരിക്കും. ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതേപോലെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. റവൽ ഇമാം മുസ്ലിം അൻ അബി ഹുറൈറ എന്നാണ് ശരിക്കും അതിന്റെ ഘടനയുള്ളത്. അപ്പൊ പിന്നീട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. പിന്നെ കൊട്ടേഷനകത്ത് മൻ ഖാമ മിൻ മജ്ലിസിഹി സുമ്മ റജഅ ഇലൈഹി. മൻ ഖാമ മിൻ മജ്ലിസിഹി, അവിടെ ഇസ്മു സമാൻ മക്കാൻ എന്താണ്? മജ്ലിസ്. ജലസ യജ്ലിസു. ജലസ യജ്ലിസു എന്ന് പറഞ്ഞപ്പോൾ മജ്ലിസ് എന്നായി. മജ്ലിസ് എന്നായി. സുമ്മർജയിലേഹി, ഒരാൾ തന്റെ സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് പോയി. സുമ്മർജയിലേഹി, പിന്നീട് ആ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. ഫഹുവ അഹഖു ബിഹി, അവനാണ് ആ സ്ഥാനത്തിന് ഏറ്റവും അർഹനായിട്ടുള്ളത്. അഹഖ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവകാശപ്പെട്ടത്, ഏറ്റവും അർഹനായിട്ടുള്ളത്.
ഷഖ്. ഓക്കെ, അപ്പൊ അവിടെ ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാമിൽ അങ്ങനെ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പൊ തർക്കം വരുന്നതുകൊണ്ട് ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇപ്പോൾ തിരിച്ചിട്ട് പോയാൽ ഞാനിവിടെ നിന്ന് പോയതാണ്, വേറെ സ്ഥലം വിട്ടുപോയൊന്നുമല്ല, ഞാൻ ഇറങ്ങിപ്പോയൊന്നുമല്ല, തിരിച്ചു വരും എന്നറിയാൻ വേണ്ടി. അല്ലെങ്കിൽ പിന്നെ ഇരുന്ന ആളെ എഴുന്നേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്റെ അവകാശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കേണ്ടി വരും. ഇവിടെ ഇസ്ലാം ഒരു പൊതു തത്വം പഠിപ്പിക്കുന്നതാണ്. പൊതു തത്വം പഠിപ്പിക്കും, എന്നിട്ട് വിട്ടുവീഴ്ച ചെയ്യാനും പഠിപ്പിക്കും ഇസ്ലാം. അവകാശം പഠിപ്പിക്കുകയും ചെയ്യും, എന്നിട്ട് അവകാശം ഉള്ളയാളാണ് എന്ത് ചെയ്യേണ്ടത്, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടത്, അതും പഠിപ്പിക്കും. എന്തായാലും ഇവിടെ മജ്ലിസ് എന്നാണ് നമ്മൾ പഠിക്കേണ്ട സംഭവം. الخامس استخرج مما في الدرس من أسماء الزمان والمكان واذكر وزن كل واحد منها والفعل الذي اشتق منه. ദർസിൽ നിന്നും കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളെ പണിയാണ് ദർസിൽ നിന്ന് കളക്ട് ചെയ്യണം. ദർസ് പഠിച്ചപ്പോഴേ മുതൽ നമ്മൾ തുടക്കം പോലെ തന്നെ അത് പറഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ആ പ്രശ്നം വരുന്നില്ല. ഓക്കെ, سننتقل إلى الدرس السابع. വാഫഖ്തും. വാഫഖ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ വഫഖ എന്ന് പറയും. വഫഖ യുവഫിഖു നിന്നാണ് തൗഫീഖ് വന്നത്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പറയും. നിങ്ങൾ യോജിച്ചോ എന്നർത്ഥം. വാഫഖ അല്ലെങ്കിൽ വഫഖ. വാഫഖ എന്ന് പറഞ്ഞാൽ പരസ്പരം യോജിച്ചു. അദ്ദർസു സാബിയ. അദ്ദർസു അസാബിയയില് ഇസ്മുൽ ആലത്താണ് പറയാൻ പോകുന്നത്. ഇസ്മുൽ ആലത്ത്. ഇപ്പോ ഇസ്മുൽ ജമാൻ പഠിച്ചു, മക്കാൻ പഠിച്ചു, പിന്നെ ഇസ്മുൽ ആലത്തും ഇസ്മുൽ ആല. അപ്പൊ നമുക്ക് നമ്മുടെ ആല ഉണ്ടല്ലോ, ആല ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ആലയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ആലയുണ്ടോ എന്ന് എനിക്കറിയാം. മൺവെട്ടി, കൈക്കോട്ട്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത്. അത് ഉണ്ടാക്കുന്ന സ്ഥലത്തിന് എന്താ പറയാ? ഈ ഇത് ഊതിട്ട് കൽക്കരിയിൽ പഴുപ്പിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ? കരിവാന്മാരുടെ. അതെ, അതിനെന്താ പറയുന്നത്? ആല. എന്ന് പറഞ്ഞാൽ ആല ഉണ്ടാക്കുന്ന സ്ഥലം, ഉപകരണം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പൊ അറബി എവിടം വരെ ചെന്നെത്തി ആലോചിച്ച് നോക്കി. ഇരുമ്പ് പണിക്കാരന്റെ കുടിലിൽ വരെ അറബി ചെന്നെത്തിയിട്ടുണ്ട്. അപ്പൊ ആല, നമ്മൾ ആലത്തെന്ന് പറയും. ശരിക്കും ആല ഹാക്കല്ലേ പറയേണ്ടത്. അപ്പൊ അതാവും. അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മളെ ഫതഹ യഫ്തഹ് പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു മിഫ്താഹ്. മിഫ്താഹ് ഫോർമാറ്റിലാണ് വരുന്നത്. അതേപോലെ അതാണ് ജനറൽ ഫോർമാറ്റ്. അതേപോലെ മിഫ്അൽ എന്നും വരും. മിഫ്അൽ. നമ്മളെ ലിഫ്റ്റിന് എന്താ പറയാ? ലിഫ്റ്റിന് മിസ്അദ് എന്നാണ് പറയാ. മിസ്അദ്. സഅദ യസ്അദു. സഅദ യസ്അദു. സഅദ കയറി. അപ്പൊ മിസ്അദ് കയറാനുള്ള ഉപകരണം, കയറാനുള്ള ആല.
അതേപോലെ മിഫ്അലത്തുനെന്നും പറയും. മിഫ്അലുണ്ട്, മിഫ്അലത്തുനുണ്ട്. നമുക്ക് നോക്കാം. ഹിഷാം, അതുരീദീന ശൈഅൻ മിന സൂഖി യാ ഉമ്മി അഹ്മദ. യാ ഉമ്മി അഹ്മദ. ഉമ്മി അഹ്മദ എന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട് നസ്ബ് വന്നു? യാ ഉമ്മ അഹ്മദ. അന ഉമ്മി അഹ്മദ അല്ല, ഉമ്മ അഹ്മദ്. അഹ്മദ് എന്തുകൊണ്ട് നസ്ബ് വന്നു? ഉമ്മിനെ അഹ്മദിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഇളാഫത്ത് ചെയ്തപ്പോ അഹ്മദ് ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട് കസറിന് പകരം ഫത്ഹ്. ഉമ്മിന് എങ്ങനെ നസ്ബ് വന്നു? യാ എന്ന് യാ വന്നോണ്ട് ഉമ്മിനെ അഹ്മദിലേക്ക് ഇളാഫത്ത് ചെയ്തതായതുകൊണ്ട് ഉമ്മിന് നസ്ബ്. കാരണം ഇളാഫത്ത് ചെയ്യപ്പെട്ട പദം വന്നാൽ മുനാദാക്ക് നിദാന് ശേഷമുള്ള അഭിസംബോധനയ്ക്ക് വേണ്ടിയുള്ള യാന് ശേഷം ഫത്തഹ നസ്ബാണ് വരിക. ഒറ്റ നാമമാണെങ്കിൽ അഹ്മദിനെയാണ് വിളിക്കുന്നതെങ്കിൽ യാ അഹ്മദു എന്നാണ് വിളിക്കുക. അങ്ങോട്ട് പോകുന്ന ആളിനെ വിളിക്കണം എന്ത് ചെയ്യും? യാ റജുലു, ഏ മനുഷ്യ. കുട്ടിയെ വിളിക്കണം യാ വലതു, അങ്ങനെ വിളിക്കാം. അപ്പോ ഉമ്മ അഹ്മദ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഓരോന്ന് പദങ്ങൾ വരുന്നത്. അവൾ ആദ്യം യാ ഉമ്മ അഹ്മദ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് കൊടുത്ത് കൊടുക്കുമ്പോൾ ഉമ്മു അഹ്മദ, അഹ്മദിന്റെ ഉമ്മ പറയാണ്. ഞാൻ അപ്പോ അതേപോലെ എന്ത് ചെയ്തു? ഉമ്മനോട് ചോദിച്ചത് കൊണ്ട്, സ്ത്രീയോട് ചോദിച്ചുകൊണ്ട് അതുരീദീന, അതുരീദീന സ്ത്രീലിംഗ ഏകവചനം. ഷൈഅൻ, തുരീദുവിന്റെ മഫ്ഊലുൻ ബിഹി. ഷൈഅൻ, എന്തെങ്കിലും വേണോ? എന്തെങ്കിലും വേണോന്ന് എന്താ ചോദിക്കുക? എങ്ങനെ പറയാ? ഷൈഅൻ. അതാണ് ഷുവൈ. ഷുവൈ എന്ന് പറയും. ഷുവൈ, ഷൈ. അപ്പൊ നമ്മൾ അല്പം അതിരീതിയിൽ ഷൈ എന്ന് പറഞ്ഞാൽ അല്പം വേണമെന്നല്ല. ഷൈഅൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെക്കിറയാക്കി പറഞ്ഞതുകൊണ്ട്, ആരിഫ അല്ലാതെ നെക്കിറയാക്കി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു വസ്തു എന്നാണ് ഷൈഅൻ. ഖുർആനിലെ പല സ്ഥലങ്ങളിൽ ഷൈ അല്ലേ? ലസ്തും അലാ ഷൈഇൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഒരു വസ്തുവുമല്ല. ആ അർത്ഥത്തിലാണ് ഇവിടെ അതുരീദീന ഷൈഅൻ, എന്തെങ്കിലും സാധനം വേണോ? മുഹമ്മദ് നാം ഉരീദു മഗ്റഫതൻ. മഗ്റഫത്ത്, അതെ അതെ. ഗറഫ, യഗ്രിഫു. എന്താണ് ഈ പിന്നെ ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിന്റെ ഒരു രൂപം നമ്മൾ അൽ ബഖറ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ഇല്ലാ മൻ ഇഗ്തറഫ ഖുർഫതൻ ബിയദിഹി. ഒരു കോരൽ. ആരാ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണോ? അതിനാണ് കൈലെന്ന് നമ്മൾ പറയുന്നത്. മെഹറഫത്തിന് പറയുന്ന വേറൊരു വാക്കാണ് കൈല്. നമ്മളെ മലയാളത്തിൽ വന്നപ്പോ എന്തായി? കൈൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഗറഫ യഗ്രിഫു, കോരിയെടുക്കുക. ഗറഫ യഗ്രിഫു, അതാണ്
അതേത് ഫോർമാറ്റിലാണ് വന്നത്? മെഗറഫത്തുൻ ഫോർമാറ്റിലാണ്. മെഗറഫത്തുൻ ഗറഫ യഗരിഫു എന്ന് മെഗറഫത്തുൻ ഫോർമാറ്റിലാണ് വന്നത്. എന്നാ കോരുന്ന ഉപകരണം. കോരി, കോരുന്ന വെള്ളത്തിന് കോരി എന്ന് പറയുമല്ലോ. വേണേ പറയാം. കയ്യിലാണ് കയ്യില്. ആ, കയ്യില് വേറൊരു വാക്കാണ്, അറബി തന്നെ ഉള്ള വേറൊരു വാക്കാണ് കയ്യില്. അത് ഖുർആനിലുണ്ട്. കാലയക്കീലല്ലേ? കാലയ്ക്കീലെന്നുള്ള കയ്യില് തന്നെ പറഞ്ഞിട്ടുണ്ട്. കയ്യില് യസീർ യൂസഫില് യൂസഫില് ബിന്യാമിനെ കൂടെ കൊണ്ടുപോയാൽ നമുക്ക് കുറച്ചുകൂടെ അരി കിട്ടുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കയ്യില് യസീർ, അത് ചുളുവിന് കിട്ടുന്ന ഒരു 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 എന്താണ് പറയാ, ഒരു അളവാണെന്നാ പറഞ്ഞു. കോരി കൊടുക്കുന്നതിന് അളവ് എന്ന് പറയും. അങ്ങനെ ഒരു ചുളുവിന് കിട്ടുന്ന ഒരു അളവാണെന്ന് പറഞ്ഞു. അപ്പൊ കയ്യില്, അപ്പം ഗറഫ യഗരിഫു മെഗറഫത്തുൻ എന്ന് പറയുന്നത് ഒരു വാക്കാണ്. കയ്യിൽ എന്ന് പറയുന്നത് വേറൊരു വാക്കാണ്. ഏരിയാപരമായിട്ട് തന്നെ പറയാം. പക്ഷെ കയ്യിലിന് പൊതുവിലൊരു അളവ് എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. ഉരീദ് മെഹ്റഫത്തൻ വ മിഖ്ലാത്തൻ. ആ, പിന്നെന്താ വേണ്ടേ? നമ്മൾ നേരത്തെ നമ്മള് ഫ്രൈ പാൻ പഠിച്ചില്ലേ? ഫ്രൈ പാൻ പഠിച്ചില്ല തോന്നുന്നു അല്ലേ? ഇവിടെയാണ് പഠിക്കാൻ പോകുന്നത്. ഇല്ല. കലായക്കലി പഠിച്ചായിരുന്നല്ലോ. ഫ്രൈ ചെയ്യുന്ന സാധനം കലായക്കലി. കലായക്കലി എന്ന് പറഞ്ഞാൽ ഫ്രൈ ആക്കുക. കലായക്കലി ഫ്രൈ ആക്കുക. അപ്പൊ മിഖ്ലാത്ത് എന്ന് പറഞ്ഞപ്പോ എന്താണ്? വെറുത്തു എന്നുള്ള അർത്ഥം തന്നെ അല്ലേ? കല വെറുത്തു എന്നുള്ളത് ഇത് തന്നെയാണ്. ഫ്രൈ ആക്കിയപ്പോ എന്തായി സംഭവിക്കുക? അപ്പൊ വറുത്തു. വറുത്തല്ല, വെറുത്തു. അപ്പൊ വറുക്കുകയും ചെയ്യാം, വെറുക്കുകയും ചെയ്യാം. രണ്ടർത്ഥമുണ്ട് സാർ. അപ്പം ഫോർമാറ്റ് 3 ഫോർമാറ്റാണ് പഠിച്ചത്. മെഹ്റഫത്ത് മെഹ്റഫത്ത് ഒരു ഫോർമാറ്റ്, മെഖ്ലാത്ത് രണ്ടാമത്തെ ഫോർമാറ്റാണ് കേട്ടാ. മെഹ്റഫത്ത് ഒരു ഫോർമാറ്റാണ്. മെഖ്ലാത്ത് അവിടെ ദീർഘമുണ്ട്. മെഖ്ലാത്തുൻ മെഖ്ലാത്തുൻ രണ്ടാമത്തെ ഫോർമാറ്റാണ്. മെഹ്റഫത്തുൻ വ മെഖ്ലാത്തുൻ. അതേ ഫോർമാറ്റിൽ തന്നെ വ മിക്വാത്തുൻ. കവായിക്കുബി പഠിച്ചായിരുന്നു നമ്മള്. കവായിക്കുബി അയൺ ചെയ്തു. കവായിക്കുബി എന്ന് പറഞ്ഞാൽ അയൺ ചെയ്തു. മിക്വാത്തിൽ അയൺ ബോക്സ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു. അതിന്റെ പേരായി പിന്നെയാണ് കവായിക്കുബി എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ അതിന്റെ ശരിക്കുമുള്ള പാറ്റേൺ നമ്മൾ പഠിക്കുകയാണ്. മിക്വാത്തിൽ. അതേപോലെ മിഖസ്സുൻ, കസ്സയഖുസ്സു. കസ്സയഖുസ്സു എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞതല്ല, ഇവിടെ മുറിച്ചു. കസ്സയഖുസ്സു എന്ന് പറഞ്ഞാൽ മുറിച്ചു. ഫ്രൈ പാനാണ്. അതെ, കലായക്കലി ഫ്രൈ ചെയ്തു. അപ്പൊ മെഖ്ലാത്തുൻ എന്നത് ഒരു ഫോർമാറ്റാണ്. മെഹ്റഫത്തുൻ വേറൊരു ഫോർമാറ്റ്. മെഖ്ലാത്തിന്റെ ഫോർമാറ്റിലാണ് മിക്വാത്തിനുമുള്ളത്. മെഖസ് വന്നപ്പോഴത്തേക്ക് വേറൊരു ഫോർമാറ്റ്. കസ്സ എന്ന് പറഞ്ഞാൽ മുറിച്ചു. മെഖസ് എന്ന് പറഞ്ഞാൽ സിസേഴ്സ്. ഇംഗ്ലീഷ് പറയുമ്പോൾ സിസേഴ്സ് എന്ന് പറയേണ്ടി വരും. ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിലും അറബിയിലും ഏകവചനമാണുള്ളത്. ആ ഉപകരണത്തെ ഒന്നിച്ചാണ് പറയുക. മലയാളത്തിൽ കത്രിക കൽ എന്ന് പറയാറില്ല, കത്രിക എന്ന് മാത്രമേ പറയൂ. ഇംഗ്ലീഷിൽ വരുമ്പോൾ മുറിക്കുന്ന 2 എണ്ണം ഉള്ളതുകൊണ്ട്
രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് സിസ്റ്റേഴ്സ് എന്ന് പറയണം, ഫാൻസ് എന്ന് പറയുന്ന പോലെ. കൈക്ക് കഥ ഏത് പറയാണോ പറയാ? കസ്സ യക്കുസ്സു അത് തന്നെയാണ്. അതേ അർത്ഥം തന്നെയാണ്. അതേ വാക്ക് തന്നെയാണ്. ഓക്കെ. ഇതേ വാക്ക് തന്നെയാണ്. കസ്സ യക്കുസ്സു. ലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ യഖുസ്സൂന എന്ന് വേറെയും സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതേ വാക്ക് തന്നെ എന്നൊക്കെ മാറിയും പറയുന്നത് തന്നെയല്ലേ? മുബാരിയും ഇങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വിവരിച്ചു എന്ന് പറയുന്നത് തന്നെയല്ലേ? അതെ, വിവരിച്ചു. വിശകലനം ചെയ്ത് വിശദീകരിച്ചു എന്ന അർത്ഥത്തിൽ അറിയാം. കട്ട് ചെയ്യുന്നത് എന്താണ്? എന്തായാലും രണ്ടും ഒരേ അർത്ഥത്തിലാണ്, ഒരേ ഘടനയിലാണ് ഉള്ളത്. അപ്പൊ മെഹറഫത്ത്, മെക്കലാത്ത്, മെക്കസ് 3 പാറ്റേണാണ് എടുത്തത്. മെക്കസ് എന്ന് വരാൻ കാരണം അവിടെ കസ്സ 2 അക്ഷരമുണ്ട്, ഒരുമിച്ചാണുള്ളത്. إيشان ما أكثر ما أكثر طالباتك يا أم أحمد. عندنا ما أكثر പറഞ്ഞത് ما أكثر പറഞ്ഞ എന്താ? മാ അക്സറുടെ പേര് എന്താ? എത്ര അധികം? എത്ര അധികമാണ് നിന്റെ ഓർഡർ? തലിബാത്ത് ഓർഡർ കേട്ടോ. റിക്വസ്റ്റ് അല്ലെങ്കിൽ ഓർഡർ, ഡിമാൻഡ്. ഡിമാൻഡ് അത് തന്നെ. യാ ഉമ്മ അഹമ്മദ്. ഈ തലിബാത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം ഷോപ്പിൽ പോയി ഓർഡർ ചെയ്യുന്നതിന് തലിബാത്ത് എന്നാ പറയുന്നത്. ത്വലബ് എന്ന് പറയും, ത്വലബ്. പിന്നെ സിംഗുലർ തലിബാത്ത് ഇത് ബഹുവചനമാണ്. ത്വലിബത്തുൻ ബഹുവചനമാണ് തലിബാത്തുൻ. ത്വലിബത്തുൻ ജംഅ് ത്വലിബാത്ത്. അവിടെ ഞാൻ സ്പോക്കണിൽ കേട്ടുള്ളത് ത്വലബ് എന്നാണ് കേട്ടുള്ളത് സംസാരത്തിൽ. ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ത്വലിബാത്ത് എന്നാണ്. ത്വലിബത്തുൻ ജംഅഹു ത്വലിബാത്ത്. ത്വലിബത്തുൻ അതിന്റെ ബഹുവചനമാണ് ത്വലിബാത്തുൻ. തലാബാത്ത് എന്നൊരു വാക്കുണ്ടോ? ഏത്? തലാബാത്ത്. തലാബാത്തുന്ന താലിബാത്തിനുണ്ട്. മറ്റേ ഇവിടെ ഖത്തറിലൊക്കെ ഈ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കുന്നവരെ പറയും തലാബാത്ത്. തലാബാത്തിൽ എന്താ പറയുന്നത്? ഓർഡർ ചെയ്യാ, തലാബാത്തിൽ ഓർഡർ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് ഖത്തറിലൊക്കെ. തലാബാത്ത് അവരാ അല്ല, പറയാ. ഇതെല്ലാം എന്താണ്? ഉച്ചാരണ വൈകല്യങ്ങളാ. വൈകല്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് പ്രാദേശിക ഭാഷ ഉപയോഗങ്ങൾ. മലയാളത്തിൽ എല്ലാ വാക്കും കൃത്യമായിട്ട് പറയുന്നുണ്ടോ? നമ്മള് എല്ലാ വാക്കും കൃത്യമായിട്ട് പറയും. ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാ നമ്മള്? ഞാൻ പോണ് എന്നല്ലേ പറയാ? പോണു എന്നുള്ള വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പോണു എന്നൊരു സ്ഥലത്ത് പറയും. കൊല്ലത്ത് എന്നാൽ പോവുകയാണെന്ന് പറയും. അപ്പൊ മൂവും ബായും വന്നു. പോവുകയാണെന്ന് പറയും. പോവുകയാണെന്ന് പറയും. പോകുകയാണെന്ന് ആരും പറയാറില്ല. അല്ല, വാക്ക് പോവുകയാണെന്ന് പറയും ചിലര്. പോവുകയാണ്. അപ്പൊ വായാണ് വരുന്നത്. പോവുകയാണ് എന്നാണ് കൊല്ലത്ത് പറയാ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഭാഷാ വൈവിധ്യം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ പ്രതിഭാത്തം തന്നെയാണ് പറയുന്നത്. അവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം. അങ്ങനെ ആ അർത്ഥത്തിലാണ് അവര് പറയുന്നത്. മാ അക്സർ തലിബാത്തിക്ക് യാ ഉമ്മ അഹമ്മദ്. ഇതുമാത്രം ഓർഡറാണ് നിന്റെ ഓർഡർ എന്നാണ്. അലം അഷ്തരിലേക്ക് ഹാദിഹിൽ അഷ്യാ ഫിൽ ആമിൽ മാദി. അലം അഷ്തരി. അപ്പൊ ഇഷ്തരിക്ക് അവസാനം ഒരു യാ ഉണ്ട്. ലം വന്നുകൊണ്ട് യാ പോയിട്ട് നസ്ബ് ചെയ്തു. അലം അഷ്തരി ലക്കി, ഞാൻ നിനക്ക് വാങ്ങി തന്നിട്ടില്ലായിരുന്നോ?
ഹാദിഹിൽ അഷ്യാ, ഈ വസ്തുക്കൾ. പക്ഷേ നേരത്തെ പറഞ്ഞു എന്റെ ബഹുവചനം അഷ്യാ, എന്റെ ബഹുവചനം അഷ്യാ. അപ്പൊ ഷെയ് സാധനം, അഷ്യാ സാധനങ്ങൾ, വസ്തുക്കൾ. ഫിൽ ആമിൽ മാവി, അൽ ആം, വർഷം, ആം എന്താണ്? കഴിഞ്ഞ വർഷം, ആമ് വർഷം, ആമിൽ മാവി കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം. ആമുണ്ടല്ലോ ഖുറാനിലല്ലേ? ഇല്ല, ഇല്ല, ഇല്ല. ثم يأتي بعد ذلك عام يغاث الناس وفيه يعصرون. സൂറത്ത് യൂസുഫ് വായിച്ചില്ലേ? ثم يأتي بعد ذلك عام تزرعون 7 سنين دأبا. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷം കൃഷി ചെയ്യും, വിളവെടുപ്പ് നടത്തും. ثم يأتي بعد ذلك عام, അല്ല പിന്നെ എന്തായി, പിന്നെ വരൾച്ചയുടെ കാര്യം പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ثم يأتي بعد ذلك عام. അപ്പൊ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ എന്റെ അവസാനം പറഞ്ഞെന്താ? യാത്തി ബാദാലിക്ക് ആമുൻ ഫീഹി യുഗാസുൻ നാസു വഫീഹി യഅ്ശറൂൻ. അപ്പൊ ഒരു ആമ് വരുമെന്ന് പറഞ്ഞു. ആമ് വർഷം, ആമുൽ മാദി ലാസ്റ്റ് ഇയർ. ഉമ്മു അഹ്മദ് ബല, ഓഫ് കോഴ്സ്, തീർച്ചയായും. വലാകിന്നഹ മിന തിറാസിൽ ഖദീം. തിറാസ് മോഡൽ അല്ലേ? മോഡൽ മാറുമ്പോ പഴയ മോഡലേക്ക്, പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചു. തിറാസ് മോഡല്, പഴയ മോഡലാണ്, ഫാഷൻ എന്നാ പറയാം. നേരത്തെ വന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇല്ല, പഠിച്ചിട്ടില്ല. നേരത്തെ വന്നിട്ടില്ലേ? ഇല്ല. എന്തായാലും മോഡലാ, ഫിറാസിലെ ഖദീം. അതെന്താ? പഴയ മോഡലാണ്. കഴിഞ്ഞ വർഷം വാങ്ങി തന്നതൊക്കെ പഴയ മോഡൽ. وقد جاءت في السوق الآن. جاءت في السوق, എവിടെ വന്നു? മാർക്കറ്റിൽ വന്നു. جاءت في السوق الآن أطرزة. جاءت എന്ന് സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാര്യം എന്താണ്? ജാഅത്തിന്റെ ഫാഇൽ എവിടെ കിടക്കുന്നത്? അത്രിസത്തുൻ എന്ന് ജം ആണ് കേട്ടോ, ജമ്മായതുണ്ട്. അപ്പോ തിറാസിന്റെ ബഹുജനമാണ് അത്രിസത്തുൻ. തിറാസിൻ അത്രിസത്തുൻ, തിറാസിൻ അത്രിസത്തുൻ. മുകളിൽ കിടപ്പുണ്ട്, അത് ആ വാക്കാണ് ഏറ്റവും മുകളിൽ കിടക്കുന്നത്. തിറാസിൻ അത്രിസത്തുൻ. അത്രിസത്തിന് തുറുസുൻ എന്ന് പറയാം ബഹുവചനം. തിറാസിൻ തുറുസുൻ എന്ന് പറയാം, അത്രിസത്തുൻ എന്ന് പറയാം. അപ്പൊ ജാഅത് ഫി സൂഖിൽ ആന അത്രിസത്തുൻ ഹദീസത്തുൻ. ഹദീസത്ത് എന്താ? പുതിയത്. ഹദീസ് എന്ന് പറഞ്ഞാൽ പുതിയതെന്നാണ്. ഹദീസിൻ പുതിയത്, സംഭാഷണം അർത്ഥമുണ്ട്, അതേപോലെ പുതിയത് എന്നും അർത്ഥമുണ്ട്. അത്രിസത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അതിന്റെ വിശേഷണമായ ഹദീസത്തുൻ സ്ത്രീലിംഗമാക്കിയത്. അത്രിസത്തുൻ ഹദീസത്തുൻ. അപ്പൊ സ്ത്രീലിംഗമാണ്, അത് ബഹുവചനമാണ് എന്ന അടിസ്ഥാനത്തിലാണ് സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചത്. വഹിയ തബഅൻ. തബഅൻ അതെന്താണ്? തബഅൻ സ്വാഭാവികമായി, ഓഫ് കോഴ്സ് എന്ന അർത്ഥത്തിൽ പറയും. ഓഫ് കോഴ്സ്. അപ്പൊ എന്താണ്? ലാക്കിന്നഹാ വഹിയ തബഅൻ അഹ്സനു വ അജ്വദു. തബഅ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? തബഅൻ എന്ന് പറഞ്ഞാൽ
സ്വാഭാവികമായും എന്ന അർത്ഥം ഉണ്ട്. തബീഇയ്യത്ത്, പ്രകൃതി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഹദീസത്താണ് എന്നതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും എന്താണ്? അഹ്സനു, ബെറ്റർ ആയിരിക്കും, നല്ല ബെസ്റ്റ് ആയിരിക്കും, അജ്വദു, നല്ല ക്വാളിറ്റി ഉള്ളത്. നല്ല ക്വാളിറ്റി. അജ്വദ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി. അജ്വദ് ജയ്യിദ് എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ് അല്ലേ? എന്താണ്? ജയ്യിദ് എന്നുള്ളതിന്റെ അതെ അതെ, ജയ്യിദ് നല്ലത്, അജ്വദ് ഏറ്റവും നല്ലത്. അപ്പോ അഹ്സന് നല്ലത്, അജ്വദ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റിയെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് നല്ലതെന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ജയ്യിദ്, ഇസ്മു തഫ്ദീൽ ഓഫ് അജ്വദ്. അല്ല, അജ്വദ് എന്ന് പറയുന്നത് ഇസ്മു തഫ്ദീൽ ഓഫ് ജയ്യിദ്. ആദ്യം പറഞ്ഞത് നല്ലതാണ്, പിന്നെ ജൗദ് അജ്വദ് പറയുന്നത് എന്തിനാണ്? നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. ക്വാളിറ്റി. അപ്പോ അഹ്സനു അജ്വദ്. അപ്പൊ ത്വബഅൻ എന്ന് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴത്തേക്ക് ത്വബഅൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എന്ന അർത്ഥത്തിലും പറയും. അതിവിടെ മീനിങ് കൊടുത്തിരിക്കുന്നത് ഓഫ് കോഴ്സ് എന്നാണ്. അങ്ങനെയും വരാം. അതേപോലെ ഇവിടെ ഇതിന്റെ സെന്റൻസിന്റെ കണ്ടിന്യൂഷൻ വെച്ച് നോക്കിയാൽ പുതിയ മോഡൽസ്, ന്യൂ മോഡൽസ് എത്തിയിട്ടുണ്ട്. വഹ്യ ത്വബഅൻ, ന്യൂ മോഡൽസ് ആയതുകൊണ്ട് സ്വാഭാവികമായും അഹ്സനു നല്ലതായിരിക്കും, ഏറ്റവും നല്ലതായിരിക്കും, വായിച്ചത് ഉത്തമമായ ക്വാളിറ്റിയുമായിരിക്കും. അത് കുറക്കെ കംഹവലദസ് അതിനിടയിൽ 2-3 ഡോട്ട് ഇട്ടിരിക്കുന്നതാണ്. അപ്പൊ അത് വേറെ വിഷയം കൂടി ചേർക്കുക. അത് കുറക്കെ കംഹവലദസ്. പരിപ്പും ഗോതമ്പും ഒക്കെ ഞാൻ പറയാൻ വിട്ടുപോയി. പരിപ്പും ഗോതമ്പും വേണ്ടേ? കംഹ വീറ്റ്, അദസ് പരിപ്പ്. അപ്പൊ നസീത്ത് തന്നെ അത് കുറക്കാം. ഐ ഫർഗോട്ട് ടു മെൻഷൻ ഓർ ടെൽ യു. അപ്പൊ ഇവിടെ അദ്കുറു എന്ന് പറഞ്ഞാൽ ദിക്ർ ചെല്ലലല്ല. ദക്കറ അദ്കുറു എന്ന് പറഞ്ഞാൽ പരാമർശിക്കുക, പറയുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക. ഓർമ്മിപ്പിക്കുക എന്നാണ് എന്ത് വേണം? ദക്കറ യുദക്കിറു എന്ന് വരണം. പരാമർശിക്കുക, സ്മരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അത് കുറ ഞാൻ പറയാൻ വിട്ടുപോയി എന്ന അർത്ഥം തന്നെയാണ്. പറയാൻ മറന്നുപോയി. അല്ല കംഹവൽ അജസ, ഗോതമ്പും പരിപ്പും. അപ്പൊ പിന്നെയും കൂടെയാണ് സാധനങ്ങൾ. ഇസ്ന, പിന്നെ പറയാൻ ഇസ്ന, ലിസൺ. ഇതിൽ നിന്ന് കുറെ യൂസേജുകൾ നമുക്ക് കിട്ടും അല്ലേ? ഈ പാസേജിൽ നിന്ന് തന്നെ കുറെ യൂസേജ് കിട്ടി. ബല, ഞാൻ വാങ്ങി തന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ബല, തീർച്ചയായിട്ടും, ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. ഖദീം, അതും ഒരു യൂസ് ചെയ്യാൻ പോയാണ്. എന്ന് പറഞ്ഞപ്പോ എന്തായി? അതൊരു യൂസ് ചെയ്യാം. അത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അത് അങ്ങനെ ആയതുകൊണ്ട്. കാരണം അഹ്സനു അജ്വദു, അഹ്സൻ നമ്മൾക്ക് പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ അജ്വദ് കൂടെ പഠിച്ചിരിക്കുക. അജ്വദ് മിക്കവാറും ഉപയോഗിക്കുന്നത് ക്വാളിറ്റി പറയാൻ വേണ്ടിയാ. ജൗദത്ത് എന്ന് പറയും. ജൗദത്ത്, അതിന്റെ ക്വാളിറ്റി പറയാൻ വേണ്ടി ജൗദത്ത് എന്ന് പറയും. അഹ്സനു അജ്വദ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് നസീത്ത് തന്നെ അത് കൂടെ വെക്കാം. അപ്പൊ അതൊരു ഒരു പ്രയോഗമായിട്ട് നമുക്ക് പഠിച്ചിരിക്കാം. നസീത്ത് തന്നെ അത് കൂടെ പറയാൻ മറന്നുപോയി ഞാൻ. ഇസ്ന, കേട്ടോ കേട്ടോ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വീണ്ടും എന്നാ നമ്മൾ സംസാരിക്കാൻ പറയല്ലോ. ടോ ടോ എന്ന് പറയില്ലേ? കേട്ടോ? ഇത് കേട്ടോ നിങ്ങള് എന്ന് ചോദിക്കും. അതിനെന്താ പറയണം? ഇസ്ന ഇന്ന ഹാദൽ ബക്കാൽ ജദീദ. ആ പുതിയ ബക്കാലിന്റെ അർത്ഥം എന്താ? ഗ്രോസർ, കച്ചവടം നടത്തുന്ന ആള്. ഇന്ന ഹാദൽ ബക്കാൽ ജദീദ മുതഫിഫുൻ
അയാൾ കുറവ് വരുത്തുന്നവന് മുത്തഫിഫാണ്, മുത്തഫിഫ്. ഇതിന്റെ ബഹുവചനമാണ് നമ്മൾ പഠിച്ച എവിടെ? വലിയ ആ മുത്തഫിഫീൻ. ലീ വന്നുകൊണ്ട് ഈനെ ചേർത്ത് ബഹുവചനമാക്കി, അല്ലെങ്കിൽ ഊനെ ചേർത്താണ് ബഹുവചനം ഉണ്ടാകും. അയാൾ മുത്തഫിഫാണ്. ലാ തശ്തരി മിൻഹു ശൈഅൻ. അടുത്തത് ഒരു സാധനവും വാങ്ങരുത്. അപ്പൊ നമ്മൾ സാധനങ്ങൾക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായല്ലോ. വാക്ക് ഷൈഅ്, അതിന്റെ ബഹുവചനം അഷിയാ. വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ. ലാകിൻ കൈഫ അറഫ്തി ദാലിക. ഈ കുറവ് വരുത്തുന്നവർക്ക് നാശം തന്നെയാണ്. ലാകിൻ കൈഫ അറഫ്തി ദാലിക, നിനക്കെങ്ങനെ മനസ്സിലായി? കൈഫ അറഫ്തി ദാലിക. അപ്പൊ അത് നമുക്കൊരു പ്രയോഗമായിട്ട് ഉപയോഗിക്കാം, നമുക്ക് സംസാരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നിനക്കെങ്ങനെ മനസ്സിലായി? കൈഫ അറഫ്തി ദാലിക മുഹമ്മദ്. ഇന്നൽ ജുബ്ന അല്ലദി ഇശ്തറൈതുഹു. ഇന്നൽ ജുബ്ന, ജുബ്ന എന്താ? പാലാണ്. പാൽക്കട്ടി, പാൽക്കട്ടി, ബട്ടർ. ബട്ടർ. ഇന്നൽ ജുബ്ന അല്ലദി ഇശ്തറൈതു മിൻഹു ഖബല അയ്യാമിൻ. ഖബല അയ്യാമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ദിവസങ്ങൾ. ഇന്നാള് വാങ്ങിയെന്ന് പറയും. ഇന്നാള് വാങ്ങിയില്ലേ? 3-4 നാള് മുമ്പ്. ഖബല അയ്യാമിൻ, 3-4 നാള് മുമ്പ്. കാരണം എന്തായാലും ഇവിടെ മൂന്നിൽ കുറവാണെങ്കിൽ യൗമേനിയെ ഉപയോഗിക്കുള്ളൂ അല്ലേ? 3 മുതൽ അങ്ങോട്ടാണ്. ഖബല അയ്യാമിൻ, ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വാങ്ങിയ ആ ബട്ടർ. വസൻതുഹു ബിമീസാനിന. നമ്മുടെ ഉപകരണത്തിന്റെ പേരൊന്നും വന്നില്ല ഇവിടെ. പേരൊന്നും വന്നില്ല, മീസാൻ മാത്രമേ വന്നുള്ളൂ. അപ്പൊ മീസാൻ എന്നത് ശരിക്കും എന്താണ്? മിഫ്താഹ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ഈ മിഫ് വസന യസീനു എന്നായതുകൊണ്ട് നൌസാൻ എന്നതിനെയാണ് എന്താക്കിയത്? വാവനെ നീട്ടി മാറ്റിയിട്ട് യായാക്കിയത്. മീസാൻ എന്താണ്? വസന യസീനുവിന്റെ ഇസ്മുൽ ആലയാണ് എന്ത്? മീസാൻ. നൌസാൻ എന്നാണ്. പിന്നെ അതിന് വാവ് മാറ്റിയിട്ട് വാവിന് യോജിച്ച്, അതായത് ഹുറൂഫുൽ ഇല്ലത്ത്, ദുർബലാശയങ്ങൾ എപ്പോൾ വന്നാലും ആ ദുർബലാശയങ്ങളെ തൊട്ട് മുമ്പുള്ള അടയാളത്തിന് ഉചിതമായ രീതിയിൽ മാറ്റും. അങ്ങനെയാണ് നൌസാനിന് പകരം മീസാൻ വന്നത്. വസൻതുഹു ബി മീസാനിന, നമ്മുടെ ത്രാസിൽ നമ്മൾ തൂക്കിയായിരുന്നു. വജത്തുഹു നാക്കിസൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, വജത്തുഹു, ഞാൻ അതിനെ കണ്ടു, നാക്കിസൻ, കുറവുള്ളതായി. നാക്കിസ്, കുറവുള്ളത്. നമ്മൾ നാക്കിസ് ഗ്രാമനെ പഠിച്ചല്ലേ? നാക്കിസാണോ മെൻകൂസാണോ പഠിച്ചത്? നാക്കിസ് എന്തായിരുന്നു? മിസാല അജോഫ്. നാക്കിസ് എന്തായിരുന്നു? ദുർബലാശയം അവസാനം വരുന്നപ്പോഴാണ് നാക്കിസ് ആകുന്നത്. ലമ്മൊക്കെ വരുമ്പോഴത്തേക്ക് അവസാനത്തെ കളയുമല്ലോ. അതുകൊണ്ടാണ് നാക്കിസ് എന്ന് പറയുന്നത്. അവസാനം ദുർബലാശയം വരുന്നത് നാക്കിസാണ്. അജോഫ് എന്ന് പറഞ്ഞാൽ മധ്യത്ത് വയറ്റില് ദുർബലാശയം ഉള്ളത്. ജൗഫ് വയറല്ലേ? വയറെവിടെയുള്ളത്? മധ്യത്ത്. അങ്ങനെയാണ്. വജത്തുഹു നാക്കിസൻ, കുറവുള്ളതായി ഞാൻ കണ്ടു, കുറഞ്ഞതായി കണ്ടു. വജത്തുഹു, ഞാൻ കണ്ടു, നാക്കിസൻ, കുറവുള്ളത്. കുസു, കുറഞ്ഞു. കദാലിക കിൽത്തുൽ ബുർറ, ബുർറിനെയും ഞാൻ അളന്നു. അതെ, കിൽത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? കാല യക്കീലു. ഇതാ കാലൂഹും വസനൂഹും എന്ന് പറഞ്ഞില്ലേ?
അപ്പൊ കാല യക്കീലു, ഓല അല്ല കാല. ഇവിടെ എഴുതിയിരുന്ന കായിട്ടിട്ട് കാല, ഇതിൽ എന്തായി? അളന്നു. കാല അളന്നു. കിൽത്തുൽ ബുർറ, ഞാൻ ഗോതമ്പും അളന്നു നോക്കി. വജത്തുഹു അയ്ളൻ നാഖിസൻ, അതിലും കുറവാണ്. അതിലും കുറവുണ്ട്. അപ്പൊ അയ്ളൻ പഠിച്ചു. അയ്ളൻ ഓൾസോ ബുർറ് ഗോതമ്പ്. കംഹ് എന്ന് പറഞ്ഞാലോ ഗോതമ്പ് കംഹം ബുർറ് തന്നെ. കംഹം ബുർറും ഒന്ന് തന്നെയാണ്. ഖുബസ് ബുർറ് എന്ന് പറയില്ലേ അവിടെ? ഖുബസ് ബുർ എന്താണ്? എല്ലാം ഹിന്ദി പറഞ്ഞുകൊണ്ട് അറബി ഒന്നും പഠിച്ചില്ല. ഞാൻ അങ്ങനെയല്ല, ഞാൻ അറബി യമനികളൊക്കെ ഇരിക്കുന്ന കടയിൽ പോകും. കടയിൽ പോയിട്ട് സാധനങ്ങൾ, പിന്നെ ഒരു ദിവസം ഒരു സാധനത്തിന്റെ പേരെങ്കിലും ഞാൻ പഠിക്കും അവിടെ പോയിട്ട്. അപ്പൊ ഇത് എന്താ പേരെന്ന് ചോദിക്കും. യശസ് മഹാദാന്ന്. അപ്പൊ അതിന്റെ പേര് പറഞ്ഞുതരും. നമുക്ക് എന്താ കുഴപ്പം? അവര് ചോദിച്ചാൽ അത് നല്ല രസമാണ്. ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത്, കസ്റ്റമേഴ്സ് കുറവുള്ള സമയത്ത് ഇതൊന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. അപ്പോ ഇതാഎനിക്ക് കിൽത്തുൽ ബുർറ, ഞാൻ ഗോതമ്പിനെ അളന്നു നോക്കി. വജത്തുഹു അയ്ളൻ നാഖിസ്. ഇതെല്ലാം നമുക്ക് ഡേ ടു ഡേ ഇത് കോൺവെർസേഷനിൽ ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. ഇഷാൻ സഅൻസഹുഹു വഅത്ലു അലൈഹി ഖൗലഹു തആല. സഅൻസഹുഹു, ഞാൻ അയാൾക്കൊരു നസീഹത്ത് കൊടുക്കും. അൻസഹു, ഞാൻ അയാളെ ഉപദേശിക്കും. കേട്ടോ? ഗുണകാംക്ഷയോട് കൂടി ഉപദേശിക്കുന്നതിനാണ് അൻസഹു എന്ന് പറയുന്നത്. ഇനിയൊക്കെ നാസിഹുൻ അമീൻ എന്ന് പറഞ്ഞില്ലേ റസൂല്? ഖാലിദ് നബിയോ ഹൂദ് നബിയോടെ കഥ പറഞ്ഞില്ലേ? ഇനിയൊക്കെ നാസിഹുൻ അമീൻ, ഞാൻ വിശ്വസ്തനായ ഒരു ഗുണകാംക്ഷിയാണ്. അദ്ദീനു നസീഹ എന്ന് പറഞ്ഞു. ദീൻ എന്നാൽ ഗുണകാംക്ഷിയാണ്. അപ്പോൾ നസഹ യൻസഹു, അൻസഹുഹു, ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കും. നസഹ ഏത്? മാലക്കല്ലാത്ത ഒമ്മന്ന അങ്ങനെ എന്തായാലും അവിടെ അതൊന്നും വന്നില്ല. ഓക്കെ ഓക്കെ, ശരി. കാലുയാബന മാലക്കല്ലാത്ത മാലക്കലാത്ത അമന്ന അല യൂസുഫ് വഇന്നാ ലഹു ലനാസിഹൂൻ. വഇന്നാ ലഹു ലനാസിഹൂൻ. നിങ്ങൾ അവന് ഗുണകാംക്ഷികൾ തന്നെയാണ്. അപ്പൊ ഗുണത്തെ കാംക്ഷിക്കുക എന്നാണ് നസഹ എന്നതിന്റെ അർത്ഥം. അപ്പോ അയാളോട് ഉപദേശിക്കുമ്പോഴത്തേക്ക് ഗുണത്തെ കാംക്ഷിച്ചുകൊണ്ടുള്ള വാക്കായിരിക്കണം പറയേണ്ടത്, അല്ലെങ്കിൽ ശൈലിയിലായിരിക്കണം പറയേണ്ടത്. അതുകൊണ്ടാണ് അദ്ദീനു നസീഹ എന്ന് പറയുന്നത്. ഗുണത്തെ കാംക്ഷിക്കലാണ് ദീൻ. പിന്നെ എന്ത് പറഞ്ഞു? ആരോടുള്ള ഗുണകാംക്ഷ? ഹദീസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അദ്ദീനു നസീഹ, ദീൻ എന്നാൽ നസീഹത്താണ്. ഖാലു ലിമൻ യാ റസൂലല്ലാഹ്. അപ്പോ ആരോടുള്ള ഗുണകാംക്ഷയാണ് എന്ന് സഹാബികൾ ചോദിച്ചു. ഇബ്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാ, അള്ളാഹിനോടുള്ള ഗുണകാംക്ഷ. വലി കിതാബിഹി, അവന്റെ കിതാബിനോടുള്ള ഗുണകാംക്ഷ. വലി റസൂലിഹി, അവന്റെ റസൂലിനോടുള്ള ഗുണകാംക്ഷ. വലി അഇമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിം നേതൃത്വത്തോടുള്ള, മുസ്ലിം നേതാക്കന്മാരോടുള്ള ഗുണകാംക്ഷ. വലി അഅമ്മത്തിഹിം, അവരുടെ പബ്ലിക്കിനോടുള്ള ഗുണകാംക്ഷ. എല്ലാവരോടും ഗുണകാംക്ഷയുണ്ട്. കിതാബിനോടും, അള്ളയോടും, കിതാബിനോടും, റസൂലിനോടും, അഇമ്മത്തുൽ മുസ്ലിമീന അഅമ്മത്തിഹിം, അവരുടെ നേതാക്കന്മാരോടും അവരുടെ പൊതുജനങ്ങളോടും ഉള്ള ഗുണകാംക്ഷ. അപ്പൊ ഒരാളോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അയാളങ്ങനെ ചെയ്ത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അത് ഖുർആനും സുന്നത്തിനും നിന്നും വിരുദ്ധമായ സംഭവമാണ്, അയാളോട് രണ്ട് കാര്യം പറഞ്ഞിട്ട് തന്നെ അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി പറയലില്ല. അയാള് നേരായി ജീവിക്കണം, അല്ലെങ്കിൽ അയാളെ തെറ്റായ കാര്യം ഒഴിവാക്കണം
അല്ല വിദേഹത്തെ ഒഴിവാക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അയാളെ ഗുണത്തെ കാക്ഷിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നണം. നമുക്ക് മാത്രം തോന്നിയാൽ പോരാ. നമ്മളെല്ലാം പറഞ്ഞിരുന്ന ഒരു ചിരിയും ചിരിച്ചിട്ട് പറയും നിന്നോട് ഗുണകാംക്ഷയുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ നന്നാവണം വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് തോന്നണം അയാളെ നന്നാക്കാനാണ് നമ്മൾ പറഞ്ഞത് എന്ന് അയാൾക്ക് ഫീൽ ചെയ്യണം. അതാണ് ആ ഭാഷാപ്രയോഗം. സ അൻസഹു, ഞാൻ അതിനെ ഉപദേശിക്കും, അഡ്വൈസിക്കും. നസഹ ഇൻസഹു ടു അഡ്വൈസ്, എക്സോർട്ട് എന്നൊക്കെ കൊടുക്കുന്നു. വഅത്ലു അലൈഹി ഖൗലഹു തആല, ഞാൻ ഖൗലഹു തആല, ഖൗല എന്നിങ്ങനെ നസ്ബ് വന്നത് ഈ കൗലിനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ കൗൽ എന്താണ്? മഫ്ഊലുൻ ബിഹിയാണ്. അള്ളാന്റെ കൗലിനെ, അള്ളാന്റെ വാക്യത്തെ ഞാൻ അയാൾക്ക് ഒതുക്കി കൊടുക്കും. എന്താ പറഞ്ഞിരിക്കുന്ന അല്ലാ? ലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ. ശുഐബ് നബി അലൈഹി സ്വലാം വന്നിട്ട് ജനങ്ങളോട് പ്രബോധനം ചെയ്ത വാക്യമാണ് എടുത്ത് പറഞ്ഞത്. ലാ തൻഖുസു, നിങ്ങൾ നഖസ യൻഖുസു, കുറവ് വരുത്തി. ലാ തൻഖുസുൽ മിക്യാല, നിങ്ങൾ അളവിൽ കുറവ് വരുത്തരുത്. വൽ മീസാന, തൂക്കത്തിലും കുറവ് വരുത്തരുത്. അപ്പൊ മിക്യാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അളക്കാൻ ഉപയോഗിക്കുന്ന പാത്രം, അളവ് പാത്രം. നാഴിയാണെങ്കിലും പക്കയാണെങ്കിലും ലിറ്റർ ആണെങ്കിലും. നാഴിയും പക്കയും കേട്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങളവിടെ കൊണ്ടുവരുന്ന അളവ് പാത്രമാണ്, നിങ്ങളവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. 4 നാഴിയാണ് ഒരു പക്ക. 200 മില്ലിയുടെ മില്ലി വെള്ളം കൊള്ളുന്ന പാത്രമാണ് ഒരു നാഴിയായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം 200 മില്ലി മിൽക്ക് മേഡ് വരുന്ന പാത്രമാണ് ഒരു നാഴിയായിട്ട് ഉപയോഗിക്കുന്നത്. 200 ml ഒരു നാഴി. നാഴി കേട്ടില്ല? 200 മില്ലിയുള്ള പാത്രം, 200 മില്ലിയുള്ള പാത്രം. ആ പാത്രത്തില് ഇങ്ങനെ നിൽക്കും, മുകളിലോട്ട് നിൽക്കുന്നതാണ്, അതാണ് ഒരു നാഴി. ഞാൻ അങ്ങനെ പറയാൻ കാരണം 200 മില്ലി മിൽക്ക് മേഡ് വാങ്ങിയിരുന്നു. മിൽക്ക് മേഡ് വാങ്ങുന്ന പാത്രമാണ് മുകളിൽ കട്ടിയെടുത്തിട്ട് അതാണ് അളക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അതേപോലത്തെ 4 എണ്ണമാണ് ഒരു പക്ക. അതേപോലത്തെ 4 നാഴിയാണ് ഒരു പക്ക എന്ന് പറയുന്നത്. 4 നാഴി കൊള്ളുന്ന ഒരു പാത്രമുണ്ട്, ആ പാത്രമാണ് ഒരു പക്ക. ആ ഒരു പക്ക എന്ന് പറയുന്ന അതേപോലത്തെ എത്ര എണ്ണമാണ്? 5 എണ്ണം അല്ല, 10 പക്ക. 10 പക്കയാണ് ഒരു പറ. അപ്പൊ ഇടങ്ങഴി എന്ന് പറയുന്നതാണ് എനിക്കറിയില്ല. അത് ഇടങ്ങഴി എന്ന് പറഞ്ഞത് അല്ലേ? 4 നാഴി ഉള്ള ഒരു ഇടങ്ങഴി. 4 നാഴി ഒരു പക്കയാണ്. പക്ക എന്നുള്ളതിന് പറയണ തോന്നുന്നുണ്ട്. ഇടങ്ങഴി ഞങ്ങളുടെ ഭാഗത്തൊക്കെ. ഇടങ്ങഴി എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇടങ്ങഴി എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു അളവ്, ഇതിനിടയ്ക്കുള്ള വേറെ എന്തോ സംഭവമാണ്. എന്തായാലും ഞാൻ ഇതെല്ലാം അരി വാങ്ങിയിട്ടുള്ളതാണ്, അരിയും നെല്ലൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്. അത് കളക്കിച്ചാണ് ഞാൻ പറഞ്ഞത്. നാഴി കഴിഞ്ഞിട്ട് പിന്നെ ഇടങ്ങഴി ഉണ്ട്, പിന്നെ പറ. അങ്ങനെയാണ് നെല്ലൊക്കെ അളന്നു കൊടുക്കുമ്പോ. അങ്ങനെയാ നമുക്ക് പക്ക ഉണ്ടായിരുന്നു. ഇത് 3 ഞങ്ങള് കേട്ടിട്ടുള്ളത്. നാഴി, ഇടങ്ങഴി, പറ. ലിറ്റർ വേറെയാണ്. അല്ല, ഈ നെല്ലൊക്കെ അളന്നു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: നാഴി, ഇടങ്ങഴി, പറ. ലിറ്ററും അളവ് പാത്രം തന്നെയാണ്. മിക്കിയാൽ എന്ന് പറഞ്ഞാൽ ലിറ്റർ ആണെങ്കിൽ അതിനും മിക്കിയാൽ എന്ന് പറയാം. അപ്പം 5 നേരത്തെ പറഞ്ഞ നാഴിയുടെ ഛേദിച്ചതാണ് 200 മില്ലി. വെള്ളം എടുത്താൽ എങ്ങനെ നിൽക്കും? അതാണ് 200 മില്ലി. ആ 200 മില്ലി 5 എണ്ണം ഒഴിക്കുമ്പോഴത്തേക്ക് എന്തായി? 1 ലിറ്റർ ആയി. അദ്വൈസം എന്നാണ് ഇവിടെ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ഗുണകാംക്ഷയോട് കൂടി ഉപദേശിക്കുന്നതിനാണ് നസഹ. നസീഹത്ത് കൊടുത്തു നമ്മൾ പറയല്ലോ, ഒരു നസീഹത്ത് നടത്തിയെന്ന് പറയില്ലേ, അതാണ് നസഹ യൻസഹു എന്നാണ് വാക്ക്. അൻസഹു സ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ സമീപഭാവിയിൽ തന്നെ ചെയ്യും.
ഹു അദ്ദേഹത്തിന്. ഉം. നേരത്തെ പറഞ്ഞ അളവിൽ കുറവ് വരുത്തുന്ന ബക്കാലുണ്ടല്ലോ, ആ ബക്കാലിനെ ഞാൻ ഉപദേശിക്കും. ഉം. അത്തിനു അലൈഹി അയാൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കും. ഖൗലഹു തആല ഉം. ഉന്നതനായവന്റെ വചനം. ഉം. ലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ. ഇത് ഹൂദ് 84 എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശുഐബ് നബി അലൈഹി സ്വലാം ജനങ്ങളെ ഉപദേശിച്ച ആ തന്നെയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉം. നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത് എന്നാണ് നമുക്ക് പരിഭാഷയിൽ കാണുക. അപ്പൊ നിങ്ങൾ നാഴിയിലും അതേപോലെ അളക്കാൻ ഉപയോഗിക്കുന്ന ത്രാസിലും കുറവ് വരുത്തരുത്. ലിറ്ററിലും ത്രാസിലും ഒന്നും നിങ്ങൾ കുറവ് വരുത്തരുത് എന്നാണ് ശരിക്കുമുള്ളത്. അപ്പൊ കാല യക്കീലു എന്നതിന്റെ ഉപകരണത്തിന്റെ പേരാണ് മിക്യാല്. മിക്യാൽ. അതേപോലെ വസന യസീനോ നമ്മൾ നേരത്തെ പറഞ്ഞു, മീസാൻ. ലഅല്ലല്ലാഹ യഹ്ദീഹി. അപ്പൊ ഉമ്മ അഹമ്മദിനോട് പറയുകയാണ് ലഅല്ലല്ലാഹ യഹ്ദീഹി. ലഅല്ല നമ്മൾ പഠിച്ചായിരുന്നു. ആരുടെ സഹോദരിയാണ്? ഇന്നയുടെ സൗണ്ട്. അല്ല, ഇന്ന ഇന്നയുടെ സഹോദരിയാണ്. അതുകൊണ്ട് ലഫ്ദുൽ ജലാലത്തിൽ നസ്ബ് വന്നു. ലഅല്ലല്ലാഹ യഹ്ദീഹി. ലഅല്ലല്ലാഹ എന്ന് ഖുർആനിൽ വായിച്ചിട്ടുണ്ട് നിങ്ങള്. ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. ബഅദ ദാലിക അംറ. എന്തായിരുന്നു വിഷയം പറഞ്ഞത് അവിടെ? ഏതാണ് തലാഖുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായിരുന്നാലും അള്ളാഹ് പുതിയൊരു കാര്യം എന്തെങ്കിലും ഉണ്ടാക്കും എന്നാ പറഞ്ഞു. അപ്പൊ ലഅല്ലല്ലാഹ യഹ്ദീഹി ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹ് അദ്ദേഹത്തിന് നേർമാർഗത്തിലാക്കും. അപ്പൊ അവിടെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുരീദു അൻത ശൈഅൻ യാ അഹ്മദു. അപ്പോ അഹമ്മദിനോട് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ടാണ് അത് ബ്രേക്ക് ചെയ്തിട്ട് യാ അഹ്മദു എന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി അഹമ്മദിനോടാണ് ചോദിക്കുന്നത്. നേരത്തെ ഉമ്മു അഹമ്മദിനോടാണ് സംസാരിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ മകന്റെ ഉമ്മയായിട്ടാണ് പേര് പറയുന്നത്. അപ്പൊ യാ അഹ്മദു അതുരീദു അൻത ശൈഅൻ. നേരത്തെ ചോദിച്ചു അതുരീദീന അൻതി. ഒരു പെണ്ണോട് ചോദിച്ചപ്പോ അതുരീദീന എന്ന് പറഞ്ഞു. ഒരു ആണിനോട് ചോദിക്കുമ്പോ അതുരീദു അൻത. അതുരീദു അൻത ശൈഅൻ യാ അഹ്മദ്. നിനക്ക് എന്തെങ്കിലും വേണോ? അഹ്മദ് ഞാൻ ഉരീദു മിസ്തറത്തൻ വമിംഹാത്തൻ വമിബറത്തൻ. മിബറാത്തൻ. മിസ്തറത്ത് എന്താണ്? റൂളർ. സ്കെയിൽ എന്ന് പറഞ്ഞാൽ അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. റൂളർ എന്ന് പറഞ്ഞാൽ വരയിടാൻ ഉപയോഗിക്കുന്നത്. മുമ്പൊക്കെ മാഷന്മാർ കൊണ്ടുവരുന്ന ഒരു ഉരുളൻ വടിയാണ്. അത് ഉരുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? വരയിടുന്നത്. കണ്ടുണ്ടോ? അതാണ് ശരിക്കുള്ള റൂളർ. നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന സാധനം കൊണ്ടും വരയിടുന്നതേ ഉള്ളൂ. എന്തായാലും വരയിടാൻ ഉപയോഗിക്കുന്നതാണ് മിസ്തറത്ത്. അപ്പോ ശതറത്തുൻ എന്ന് പറഞ്ഞാല് വര. സത്തറത്തുനില്ല, സത്തറുൻ വര. വത്തൂർ വകിതാബിൻ. അത് ഷത്തറാണ്. ഷത്തർ അതിന് 3 ഡോട്ടുണ്ട്. ഇതിന് ഒരു ഡോട്ടും ഇല്ല. ഇത് സത്തറുൻ. സത്തറുൻ വര. സത്തറുൻ വര. അത് ഇതിന്ന് വന്നതാണോ? ഇല്ലെന്ന് തോന്നുന്നു. നേരെ അതിന്ന് വന്നതാണ് ഇത്. അതിന്ന് വന്നതാണ് ഇത്. ശതറ യസ്തുറു വരയിട്ടു. ശതറ യസ്തുറു
വരയിട്ടു. മിസ്തറത്തിൻ വരയിടാനുള്ള ഉപകരണം. ഉം. ഓക്കെ. സത്തറ യസ്തുറു എന്ന് ഖുർആൻ വായിച്ചില്ലേ? ഉം. യസ്തുറു വഹും യസ്തുറൂൻ. സൂറത്തുൽ ഖലമിലുണ്ടോ? ഉം. ഒരു കലമോ മാസ്തുറന്നു. അവിടെ അല്ല. നൂൻ വെള്ളക്കലമി ഒമാ യസ്തുറൂൻ. അത് തന്നെ. ഉം. അപ്പൊ സത്തറ യസ്തുറു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരച്ചു എഴുതി എന്നൊക്കെ അർത്ഥമുണ്ട്. കിതാബിൻ മസ്തൂർ എന്ന് പറഞ്ഞാൽ വരയിട്ട കിതാബ് എന്നല്ല, എഴുതപ്പെട്ട കിതാബ് എന്നാണ്. ഉം. നൂൻ വെള്ളക്കലമി ഒമാ യസ്തുറൂൻ. അപ്പൊ സത്തറ യസ്തുറു എഴുതി അല്ലെങ്കിൽ വരച്ചു. ഉം. മിസ്തറത്തിൽ വരയ്ക്കാനുള്ള ഉപകരണം. മിസ്തറത്തുൻ മിൻഹാത്ത്. ഓക്കെ. അപ്പം എനിക്ക് റൂളർ വേണം. മിൻഹാത്തുൻ. ഉം. ആ എറൈസർ. മഹാ യംഹു വയംഹുല്ലാഹു യംഹുല്ലാഹു ഖുറാനില്ലേ? ഉണ്ട്. മായ്ച്ചാളെ. ആ യംഹുല്ലാഹുൽ ബാത്തില. മഹാ യംഹു വൈപ്പ് ഔട്ട്. ഇറൈസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ മിംഹാത്ത് എനിക്ക് എറൈസർ വേണം, മിസ്തറത്തും വേണം. എനിക്ക് ഒരു മിസ്തറത്താണ് വേണ്ടത്. ഒരു മിസ്തറത്ത്, ഒരു മിംഹാത്ത്, ഒരു മിബിറാത്ത്. മിബിറാത്ത് എന്താ? ഷാർപ്പനർ, പെൻസിൽ ആ ഷാർപ്നർ. ബറ എബിരി, ബറ എബിരി. ട്രിം ചെയ്തു. ഷാർപ്പൻ. മിബ്രാത്ത് എന്ന് പറഞ്ഞ- മിബ്രാത്ത് എന്ന് പറഞ്ഞാൽ ഷാർപ്നർ. ബറ ഷാർപ്പനറുകൾ എബിരി, എന്ന് ബറ എബിരി എന്ന് നിർവചനം. പറഞ്ഞാല് ട്രിം ചെയ്തു അല്ലെങ്കിൽ ഷാർപ്പൻ ദ പെൻസിൽ. മിഫ്താഹ്, ബറ എബിരി എന്നാണ് പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കും, ഷാർപ്പൻ ചെയ്യുന്നതിന് ഉപയോഗിക്കും. മഹായംഹൂന്നല്ലേ പറഞ്ഞേ? മഹാ യംഹു. നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിയായിരുന്നു? അത് ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നില്ല, വക്കാബിൾ ഇല്ലെന്ന് തോന്നുന്നു. വക്കാബിൾ തന്നിട്ടുണ്ടാവും. വക്കാബിൾ അയച്ചു തരാൻ പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. വക്കാബിൾ അയച്ചു തരാം. ഗ്രൂപ്പിൽ അക്സസ് ഉണ്ടാവും. മിസ്തറത്ത് എന്ന് പറഞ്ഞാല് ഇതല്ലേ, മുഫ്രദല്ലേ? എന്താണ് മിസ്തറത്ത് എന്ന് പറഞ്ഞാൽ മുഫ്രദാണ്, ഏകജനല്ലേ? മുഫ്രദാണ്, ഏകവചനമാണ്. മിൻഹാത്തും ഏകവചനമാണ്, മിബ്രാത്തും ഏകവചനമാണ്. ഹാത്ത് എന്ന് പറയുമ്പോ ഏത് ആത്തിൻ വരുന്നത്? ആത്തിൻ വരുന്നത് എന്താണ്? ബഹുവചനല്ലേ? കെട്ടുള്ളതാണെങ്കിൽ ഏകവചനമായിരിക്കും. ആ ഓക്കെ. മിഖ്ലാത്ത്, മിക്വാത്ത്, മിൻഹാത്ത്, മിക്വാത്ത്, മിഖ്ലാത്ത് ഒക്കെ കുറെ സംഗതികൾ നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ എല്ലാം എന്താണ്? മിൻഹാത്ത് ആ കെട്ടുള്ളതാണ്. മിഖലാത്ത്, മിക്വാത്ത്, അവിടെ എല്ലാം കെട്ടുള്ളതായാണ്. മിൻഹാത്ത്, മിബ്രാത്ത് അതെല്ലാം എന്താണ്? കെട്ടുള്ളതാണ്. ഏകവചനം. അതെല്ലാം ഏകവചനമാണ്. ഹാത്തി മിഫ്താഹ സയ്യാറത്തി മിൻ ഗുർഫത്തി. ഹാത്തി മിഫ്താഹ്. മിഫ്താഹിനെ പഠിക്കേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. മിഫ്താഹ് പണ്ടേ പറഞ്ഞായിരുന്നു. ഫതഹ യഫ്തഹു എന്നുള്ള ഇസ്മുൽ ആലയാണ്. ഇസ്മുൽ ആല. ഹാത്തി മിഫ്താഹ സയ്യാറത്തി മിൻ ഗുർഫത്തി. എന്റെ റൂമിൽ നിന്നും സയ്യാറയുടെ മിഫ്താഹ് കൊണ്ടുവരൂ. അന ലദ
ബാബിൽ മിസ് അത്. ഞാൻ ഇവിടെ ലത പറഞ്ഞത് എന്താ പറഞ്ഞത്? ലത കയ്യില് ആ ഇന്ത പറഞ്ഞതുപോലെയാണ്. ലത ലതൽ ബാബി വാതിൽക്കൽ. ഞാൻ ലത ബാബിൽ മിസ് അദി. മിസ് അത് എന്താണ്? സഈദയുടെ ഇസ്മുൽ ആലയാണ് മിസ് അത്. സഈദ കയറി. മിസ് അത് കയറാനുള്ള ഉപകരണം. ലിഫ്റ്റ്. ഞാൻ ലിഫ്റ്റിന്റെ വാതിൽക്കലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പാഠം. ഇതിലുള്ള ആലയെല്ലാം പഠിക്കണം. കുറെ ഉണ്ടല്ലോ. കുറെ പഠിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, കുറച്ച് കാര്യം ഓർമ്മിച്ചിരിക്കാൻ പറ്റുള്ളൂ. നമ്മള് ഞാൻ പറയുന്ന ഈ ലേണിംഗ് പോളിസി നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെന്ന് എനിക്ക്. നമ്മള് ഓക്കെ, എനിക്ക് ഒരുപാട് പഠിച്ചിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ 5 വാക്യം പുതിയ പഠിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ 5 വാക്ക് നമുക്ക് പഠിക്കാൻ പറ്റില്ല, ഒരു വാക്കേ പഠിക്കാൻ പറ്റും. നമ്മൾ കുറെ പഠിക്കുക, 25 വാക്ക് പഠിച്ചാൽ 10 വാക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റും. 5 പഠിച്ചാൽ അതിന്റെ പകുതിയെ ഓർക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെല്ലാം ദൃശ്യവൽക്കരിക്കുക. നമ്മൾ കണ്ട ഓരോ ആലത്തുണ്ടല്ലോ, ഈ ആലയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ഒരു ആല ഉണ്ടാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താവും മനസ്സിലാവും, ഇത് ആല എന്ന് പറഞ്ഞാൽ ഉപകരണത്തിന്റെ പേരിലുള്ള ആല എന്ന്. എന്നിട്ട് ഓരോ ഉപകരണങ്ങളും അവിടെ ഉണ്ടാക്കി വയ്ക്കുക. നിസ്തറത്ത് അവിടെ എടുത്ത് വയ്ക്കുക, ഡിസ്പ്ലേ ചെയ്യുക, സ്റ്റിക്ക് ചെയ്ത് എവിടെയെങ്കിലും എല്ലാം അവിടെ എഴുതി ഒട്ടിക്കുക. എല്ലാത്തിനും എന്താ പഠിക്കുന്ന ഓർമ്മിക്കാനുള്ള എല്ലാത്തിനും നമ്മൾ ലോജിക്കൽ വേ തന്നെ കാണണമെന്നില്ല. നമ്മുടെ ഉപബോധ മനസ്സ് ലോജിക്കലായിട്ടല്ല ചിന്തിക്കുന്നത്. ഞാൻ മുമ്പ് ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു നാരങ്ങ എടുത്തുകൊണ്ട് വന്ന്, ഒരു നല്ല പഴുത്ത മഞ്ഞ നിറമുള്ള നാരങ്ങ എടുത്തുകൊണ്ട് വന്ന് കൈ കത്തി കൊണ്ട് മുറിച്ച് അത് അങ്ങനെ പിഴിഞ്ഞ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ കുടിച്ചാൽ എങ്ങനെയിരിക്കും? വെള്ളവും പഞ്ചസാരയും ഇല്ലാതെ. അപ്പൊ നിങ്ങളെ ആരെങ്കിലും വായിൽ ഉമിനീരുണ്ടായോ? ഉണ്ടായോ? ഇല്ലേ? അല്ലെങ്കിൽ വായിൽ ഉമിനീരുണ്ടായില്ല? അതിനെ കുറിച്ച് പറയേണ്ടി ഉണ്ടായി. എന്റെ കയ്യിൽ നാരങ്ങയില്ല, മഞ്ഞയില്ല, കത്തിയില്ല, ഗ്ലാസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സാണ് നമുക്ക് ആ റിസൾട്ട് തരുന്നത്. അത് പറഞ്ഞ എന്റെ തന്നെ വായിൽ വെള്ളം വീഴും. അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും ഉപബോധ മനസ്സ് അതിനെ ആക്ട് ചെയ്യും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് പഠിക്കുന്ന സംഗതി ചിലപ്പം മാവിന്റെ കൊമ്പിൽ കൊണ്ട് കെട്ടിയിടാം. നമ്മൾ വിചാരിക്കാം നമ്മുടെ മനസ്സിൽ ഈ സാധനം അവിടെയാണ്, ഈ സാധനം ഇവിടെയാണ്, വേറെ സാധനം ഇവിടെയാണ്, ഇങ്ങനെ സാധനം ഈ സ്ഥലത്താണ് എന്നൊക്കെ അതിനെക്കുറിച്ച് അങ്ങനെ വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ പല രീതിയിലും. എന്തായാലും നിങ്ങൾ സിംബോളിക് ആയിട്ട് എടുത്തു വെച്ചാൽ ബ്രെയിൻ സേവ് ചെയ്യുന്നത് ഡിജിറ്റലായിട്ടല്ല, മറിച്ച് എന്താണ്, അത് JPG ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. JPG ഫോർമാറ്റിൽ, പിക്ചർ ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രെയിൻ സേവ് ചെയ്യുന്നത്. ഖുർആൻ വായിച്ചു നോക്കിയാൽ എല്ലാം ദൃശ്യവൽക്കരണം കാണാൻ പറ്റും. എന്താ, നരകത്തെ കുറിച്ചുള്ള ദൃശ്യവൽക്കരണം, അതേപോലെ സ്വർഗത്തെ കുറിച്ചുള്ള ദൃശ്യവൽക്കരണം, പ്രവാചകന്മാർ പ്രബോധനം നടത്തിയതെല്ലാം ദൃശ്യവൽക്കരിക്കുക, എല്ലാം വിഷ്വലൈസേഷൻ, ചിത്രീകരണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാല പറഞ്ഞ സന്ദർഭം ഓർക്കാൻ പറയും. അപ്പൊ അങ്ങോട്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളും ദൃശ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ദൃശ്യം. ഇപ്പൊ ഈ ആലയൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഉണ്ടാക്കി വെച്ചാൽ അതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ തംഹ്, ബോർഡ് എടുത്തു വെച്ചൂടെ? കുറച്ച് ബോർഡ് അവിടെ എടുത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് പേപ്പർ അതിലിട്ട് ബോർ അതിന്റെ താഴെ വേറൊരു കളറിൽ തംഹ്, കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റി വേണം. അങ്ങനെ ഓരോന്നും ചെയ്താൽ അതിനു വേണ്ടി നമ്മൾ ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം നമ്മുടെ ബ്രെയിനിലിരിക്കും. വ്യത്യസ്ത കിട്ടി,
ഇതെല്ലാം പലത് സാധനങ്ങൾ നമുക്ക് എടുത്തു വയ്ക്കാം. മെഹ്റഫത്തോട് എടുത്തു വയ്ക്കാം. മിബ്രാത്ത്, മിസ്തറത്ത് ഇതൊക്കെ എടുത്തു വയ്ക്കാം. മിംഹാത്ത്, എറേസർ അല്ലേ, റബ്ബർ. പിന്നെ അത് നമ്മളെ ബോർഡ് മായ്ക്കുന്നതാണെങ്കിൽ അതിനും പറയാം മിംഹാത്ത്. ഓക്കെ, നമ്മളെ ഇതിന്റെ പാഠത്തിന്റെ എന്താ പറയാ കംപ്ലീഷനിലേക്ക് പോവുകയാണ്. അതെല്ലാം അതിന് കൂടുതലുള്ള പഠനത്തിലേക്ക് പോവുകയാണ്. പെർഫെക്ഷൻ ലെവലിലേക്ക്, ലാംഗ്വേജിന്റെ പെർഫെക്ഷൻ ലെവലിലേക്കാണ് പോകുന്നത്. എനി മോർ ഡൗട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. എല്ലാം ശരിയായ നിലയിൽ ഉപയോഗപ്പെടുത്തി ഖുർആൻ മനസ്സിലാക്കാനും. ഞാൻ പർപ്പസ്ഫുള്ളിയാണ്, അല്പസമയം ചിലപ്പം വേസ്റ്റ് ആയി പോകുന്നു നിങ്ങൾ തോന്നുന്നു എനിക്കറിയില്ല. ആ ഖുർആനിലേക്ക് എല്ലാം കണക്ട് ചെയ്ത് എല്ലാം നമ്മൾ പഠിക്കുന്നതിന്റെ പ്രഥമ ലക്ഷ്യം ഖുർആൻ മനസ്സിലാകുന്നത്. അറബി ഉപയോഗിക്കാൻ, പ്രയോഗത്തിലും കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കാം. എന്നതിലപ്പുറം ഖുർആൻ പഠനത്തിനാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ഇതെല്ലാം സഹായകമാകേണ്ടത്. അതുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്താൽ ഖുർആൻ ഈ രീതിയിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് എന്തെല്ലാം കിട്ടും. അത് മനഃപൂർവ്വം ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഖുർആൻ വായിക്കാനും മനസ്സിലാക്കാനും അതിന്റെ ആഴത്തിൽ ചിന്തിക്കാനുമുള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. السلام